അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയരെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI-യുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്നതാണ് നിർണിതമായ വിഷയം. ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട ഏതൊരു ടെക്നോളജിയുടെയും രണ്ട് വശങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഒരു പുതിയ സാങ്കേതിക വിദ്യക്കും മനുഷ്യൻ അത്രയും കാലം ശീലിച്ച പാരമ്പര്യത്തെ തകിടം മറിക്കാൻ ശേഷിയുണ്ടാകും. ജനറേറ്റീവ് AI-യും ഇന്ന് ആ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഈ സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു. നാം മൊബൈൽ ഫോണിൽ എന്തെങ്കിലും തിരയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഗൂഗിൾ, നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ പ്ലേ ചെയ്ത് നൽകുന്ന അലക്സ, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നിമിഷങ്ങൾക്കുള്ളിൽ നൽകുന്ന ചാറ്റ് GPT തുടങ്ങി ഡ്രൈവറില്ലാ കാറുകൾ വരെ എത്തി നിൽക്കുന്ന അതിവേഗം വളരുന്ന ഒരു AI യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്താണ് AI? ലളിതമായി പറഞ്ഞാൽ മനുഷ്യനെ പോലെ വായിക്കാനും പഠിക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും കമ്പ്യൂട്ടറുകൾക്കും യന്ത്രങ്ങൾക്കും നൽകുന്ന കഴിവാണിത്. ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെ ഗുണമുള്ളതാണ് മെഡിക്കൽ രംഗത്ത്. രോഗനിർണയത്തിൽ AI ഇന്ന് ഡോക്ടർമാരുടെ വലിയ സഹായിയാണ്. എക്സ്റേ, സ്കാനിംഗ് റിപ്പോർട്ടുകൾ തുടങ്ങിയവ പരിശോധിച്ച് കൃത്യമായ രോഗം കണ്ടെത്താൻ AI ടൂളുകൾക്ക് സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാകാത്ത വിഷയം ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരിച്ച് നൽകാൻ AI ടൂളുകൾ സഹായിക്കുന്നു. ലോകത്ത് ഏതൊരു ഭാഷയിലുള്ള അറിവും നമ്മുടെ മാതൃഭാഷയിലേക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ വിവർത്തനം ചെയ്യാൻ ഈ സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. മനുഷ്യർ ചെയ്തിരുന്ന അപകടകരമായ ജോലികൾ, ബോംബ് നിർവീര്യമാക്കൽ, തീപിടുത്തമുള്ള സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തൽ തുടങ്ങി മനുഷ്യജീവന് ഭീഷണിയുള്ള എല്ലാ ജോലികളും ചെയ്യാൻ മനുഷ്യൻ റോബോട്ടുകളെ ഉപയോഗിക്കുന്നു. എന്നാൽ ഈ കുതിച്ചുചാട്ടത്തിൽ നാം ഭയക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മേഖലയിലെ ഓപ്പൺ AI-യുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സാം ആൾട്ട്മൻ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പുതിയ ടെക്നോളജികൾ വികസിപ്പിക്കുന്നു, എന്നാൽ ഇതിൻ്റെ പ്രതിഫലം എന്താണെന്ന് പ്രവചിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടാക്കൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഈ മുന്നേറ്റത്തിൻ്റെ പിന്നിലെ ഭയപ്പെടുത്തുന്ന ദോഷങ്ങൾ നാം തിരിച്ചറിയണം. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരും. ബുദ്ധിമുട്ടുള്ള പല ജോലികളും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി ഒരു വലിയ വിഭാഗം ആളുകൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ വരും. ഇതാണ് AI ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റൊന്ന്, ചിന്താപരമായ ശേഷിയെയും സർഗാത്മകമായ ശേഷിയെയും ഇല്ലാതാക്കുന്നതിന് കാരണമാകും. സ്വന്തമായി ഒരു പ്രബന്ധം എഴുതാനോ കണക്കുകൾ കൂട്ടാനോ തല പുകയ്ക്കാതെ വിദ്യാർത്ഥികൾ പോലും ഇന്ന് AI-യെ ആശ്രയിക്കുകയാണ്. ഇത് മനുഷ്യന്റെ ചിന്താശേഷിയെയും സർഗാത്മകമായ ശേഷിയെയും ഇല്ലാതാക്കും. പ്രിയരെ, എത്ര വലിയ ബുദ്ധിശക്തി ഉണ്ടായാലും AI-ക്ക് മനുഷ്യ ഹൃദയമില്ല. കത്തി ഉണ്ടാക്കിയത് പച്ചക്കറി അരിയാനാണ്, കഴുത്തറുക്കാനല്ല. AI-യും ഒരു കത്തിയാണ്, അതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. AI-ക്ക് ഉമ്മ എന്ന് എഴുതാൻ അറിയാം, എന്നാൽ നെഞ്ച് പൊട്ടി ഉമ്മ എന്ന് വിളിക്കാൻ അറിയില്ല. AI-ക്ക് പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം, എന്നാൽ അതിൻ്റെ കയ്പും മധുരവും അറിയില്ല. AI-ക്ക് മരണം എന്ന വാക്കിൻ്റെ ഡെഫിനീഷൻ അറിയാം, എന്നാൽ ഉറ്റവർ ഇല്ലാതാകുമ്പോഴുള്ള നെഞ്ചിലെ ശൂന്യത അറിയില്ല. അതാണ് മനുഷ്യൻ. നമ്മുടെ ബലം നമ്മുടെ വികാരമാണ്, നമ്മുടെ ബലഹീനതയും അതുതന്നെയാണ്. AI-ക്ക് ബലഹീനതയില്ല, അതുകൊണ്ട് ബലവുമില്ല. AI-യെ കൊണ്ട് നാം ചിത്രം വരപ്പിക്കണം, ഭാവന നമ്മുടേത് മാത്രമായിരിക്കണം. AI-യെ കൊണ്ട് നാം കണക്കുകൾ കൂട്ടിപ്പിക്കണം, എന്തിനാണ് കൂട്ടുന്നത് എന്നതിൻ്റെ ലക്ഷ്യം നമ്മുടേത് മാത്രമായിരിക്കണം. AI-യെ നാം ഉപയോഗിക്കണം, ഉടമ നമ്മളായിരിക്കണം.
നമ്മുടെ കഥയിലെ കഥാപാത്രം മാത്രമായിരിക്കണം AI. കഥാകൃത്ത് മനുഷ്യൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഉസ്ർ ഇല്ലൽ ലസീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്നവരൊഴികെ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മൂല്യവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇതുപോലത്തെ സാങ്കേതിക വിദ്യകളിൽ നാം സമയത്തെ പാഴാക്കരുത്. യന്ത്രങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നതിന് പകരം യന്ത്രങ്ങളെ നാം നിയന്ത്രിക്കുന്ന ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.